ഹലോ, ഞാൻ പ്രീത ചേച്ചി. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കൊഞ്ച് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് ഇവിടെ ഇറങ്ങിയപ്പോൾ അതേ കൊഞ്ച് വന്നു. ഞങ്ങളുടെ നാട്ടിലങ്ങനെ അപൂർവമായിട്ട് ഈ കൊഞ്ചൊക്കെ വരാറുള്ളൂ. അപ്പോൾ വന്നപ്പോൾ എന്നാ 1/2 കിലോ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇത് അത്ര നല്ല സാധനമല്ല ഇത് കഴിച്ചാൽ. എന്നാ ഗുണമുണ്ട്, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനും ഒക്കെ നല്ലതാണ്. കൂടാതെ ഇതിന് കൊളസ്ട്രോൾ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് കൂട്ടാറില്ല, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ 1/2 കിലോ എടുത്തു. നന്നാക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി, പിന്നെ കുറച്ച് മറ്റേ ചുവന്ന മുളക്, എൻ്റെ ഒരു മാജിക് മസാല, ഇച്ചിരി മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഇച്ചിരി നാരങ്ങയുടെ ഒരു നീരും കൂടി ഒഴിച്ച് നമ്മൾ പിഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് ഒന്ന് തിരുമെന്ന് പറഞ്ഞിരുന്ന കൂടെ നമ്മൾ ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ച് തിരുമണം. അപ്പോൾ എണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മി കഴിഞ്ഞാൽ അതിനകത്ത് ആ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടി എണ്ണ ചേരുന്നതുകൊണ്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കണത്. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് തിരുമ്മി നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഇതിനകത്തൊക്കെ ഒന്ന് അതിൻ്റെ എല്ലാം ഒന്ന് പിടിക്കണം. കാരണം കൊഞ്ച് വായിക്ക് നല്ല ടേസ്റ്റാണ്, പക്ഷേ ചിലർക്കൊക്കെ ഇതും കൊണ്ട് അലർജിയൊക്കെ ഉണ്ടാകാറുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ RSSൻ്റെ വയറ്റിലെ പ്രശ്നങ്ങൾ, പിന്നെ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾക്കൊന്നും ഈ കൊഞ്ച് അത്ര നല്ലതല്ല. കൊഞ്ച് കഴിച്ചാൽ ഇതൊക്കെ കൂടുമെന്നാണ് പറയണത്. പക്ഷെ ഗുണമുണ്ട്, അതിൽ കൂടെ ദോഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കഴിക്കണ്ട. ഞങ്ങൾ അതുകൊണ്ട് 1/2 കിലോ വാങ്ങിച്ചത്. അപ്പോൾ ഒത്തിരി കഴിച്ച് നമ്മൾ ദോഷം ഉണ്ടാക്കണ്ട, എന്നാൽ വല്ലപ്പോഴും ടേസ്റ്റിനൊന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ സബോളയും പച്ചമുളകും കൂടി എടുത്തിട്ട് ഞാൻ ചോപ്പ് ചെയ്യാണ്. ചുവന്നുള്ളി എടുക്കുവാണെങ്കിൽ അതാണ് കൊട്ടാൻ നല്ലത്. ഞാൻ പിന്നെ എൻ്റെ എളുപ്പത്തിന് ഇത് മതിയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സബോള എടുത്തിട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി എണ്ണ വെച്ച് ഒഴിച്ച് നമ്മൾ ആദ്യം ഈ കൊഞ്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഇതല്ലാണ്ട് ഒത്തിരി ഉണക്കരുത്, ഒത്തിരി ഉണക്കാതെ. എന്നിട്ട് അത് നമ്മളെ തിരിച്ചു മറിച്ചിട്ട് ആ കൊഞ്ചിനകത്തെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും അത് വേഗം വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ കോരി എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ആ പാത്രം തന്നെ മതി, അടുത്ത പാത്രം ഒന്നും എടുക്കണ്ട. അതിലേക്ക് തന്നെ നമ്മൾ ഇച്ചിരി കടുകും ഇട്ട് ഇച്ചിരി മുളകും ഇട്ട് ഉലുവ ഇടണം കേട്ടോ. ഉലുവായിട്ട് കടുക് പൊട്ടിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഇരിപ്പുണ്ടെങ്കിൽ ലാസ്റ്റ് പൊടി ഇട്ടാലും മതി. എന്നിട്ട് നമ്മൾ ഈ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫുള്ള് ഞാൻ അതിനകത്ത് ചേർത്തില്ലായിരുന്നു. അത് കൂടെ കുറച്ചെങ്ങണ്ടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ തീ അപ്പോൾ ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് ഒന്ന് പയ്യെ വാടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/4 തക്കാളി, ഒരു തക്കാളി വേണ്ട, കാരണം ഞാൻ ഇത്രയും കൊഞ്ചല്ലേ ഉള്ളൂ. കൊഞ്ച് കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത്. അപ്പോൾ കുറച്ചുള്ളത് കൊണ്ടാണ് കുറച്ചെടുത്തത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളകി ആ നമ്മുടെ തക്കാളി അങ്ങോട്ടൊരു വെന്ത പരുവാകുമ്പോൾ നമ്മൾ ഈ കൊഞ്ചും കൂടി അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് അത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഇട്ടുന്നു. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി മല്ലിയില ഇട്ട് കരിയാപ്പില ഇട്ട് വാങ്ങി. എന്താ ടേസ്റ്റാ!